ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ചട്ടി ചൂടായ ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കണം. അതിലോട്ട് 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി അതൊന്ന് ക്രഷ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടാവണേ, അത് അതിലോട്ട് ഇടണം. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. അതിനുശേഷം ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ടിട്ട് അതിന് മുകളിലേക്ക് അപ്പം തന്നെ നമ്മൾ ഉപ്പ് ഇടണം. കാരണം പെട്ടെന്ന് സവാള വാടി കിട്ടാനായിട്ട് എപ്പോഴും ഉപ്പ് പെട്ടെന്ന് ഇടുന്നത് നല്ലതാണ്. എന്നിട്ട് അത് നമ്മൾ പെട്ടെന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വെക്കണം. ഒന്ന് പെട്ടെന്നൊരു വാടിക്കിട്ടും. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ട് വാടിക്കിട്ടുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇടണം. എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് ഇളക്കി സെറ്റാക്കി വെക്കാം. പിന്നെ നമുക്ക് എരിവിനനുസരണം ബാക്കി പൊടികൾ ചേർക്കണം. ഞാനിവിടെ ഒരു 1.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമുക്ക് എരിവനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാലയും ഒരു ചെറിയ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഈ പൊടികളൊക്കെ ഇടുന്ന സമയത്ത് നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് ആ പൊടികളുടെ ഒരു കുത്തുമണം ഉണ്ടാവില്ലേ, പച്ചപ്പ് മണം, അത് പോകുന്ന വരെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു തക്കാളി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. എപ്പോഴും ഈ കറികളിൽ അരച്ച് വെച്ച തക്കാളി ചേർക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ കറികൾ കിട്ടണത്. അരച്ച് വെച്ച തക്കാളി ചേർത്തിട്ട് നമുക്ക് സമയലാഭമാണ്. അതിന് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ തക്കാളി വേവാനായിട്ട് എക്സ്ട്രാ സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് അത് മിക്സായിട്ട് കിട്ടും. അരച്ച് വെച്ച തക്കാളി ഒരെണ്ണം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അത് യോജിപ്പിക്കാം. അപ്പോൾ നല്ലൊരു ഗ്രേവിയുടെ ഫോമായിട്ട് കിട്ടും. അതിന് ശേഷം നമ്മൾ കിള്ളി വെച്ച ചെമ്മീൻ ഞാൻ ഓൾറെഡി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നേരത്തെ തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അത് എല്ലായിടത്തും ചെമ്മീനിലേക്ക് എല്ലാ മസാലയും നന്നായിട്ട് പിടിക്കേണ്ട രീതിയിൽ എല്ലാതും കൂടി ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കിയേ. എല്ലാ ചെമ്മീനിലേക്ക് മസാല പിടിക്കുന്ന രീതിയിൽ ഇളക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചെമ്മീൻ നമുക്ക് വേവാനായിട്ടുള്ള വെള്ളം ഒഴിക്കണം. അത് ആ ചെമ്മീൻ്റെ കറക്റ്റ് ലെവലിൽ വെള്ളം ഒഴിച്ച് വെക്കായിരിക്കും എപ്പോഴും നല്ലത്. ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു ചെറിയ ചൂട് വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ. ഒരു ചെറിയ ചൂടുവെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ഇളക്കി സെറ്റാക്കി വെച്ചിട്ട് നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഈ ലെവലിലൊന്ന് സെറ്റായി കിട്ടും. നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഗ്രേവി വേണമെങ്കിൽ നമുക്കത് നന്നായിട്ട് വറ്റിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിർത്തുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ് പ്രിയോറിറ്റൈസ്. അത് നമ്മൾ ഈ കറിയുടെ മുകളിലേക്ക് ജസ്റ്റ് ഒഴിച്ച് കൊടുത്ത ശേഷം അത് അടച്ച് വെക്കാം. പിന്നെ അടച്ച് ഗ്യാസ് ഓഫാക്കി വെക്കാം കേട്ടോ. കഴിഞ്ഞു.